നടരാജൻ, ഞാൻ ആശാന്റെ വീട് വരെ പോയിരുന്നു. കുമാരൻ നമുക്ക് ശിഷ്യൻ മാത്രമായിരുന്നില്ല. നാം വിതച്ചെന്നേ ഉള്ളൂ. വളവിട്ടതും വെള്ളം തേവിയതും കാവൽ നിന്നതുമൊക്കെ കുമാരനും മറ്റുമായിരുന്നു. അറിയാം സ്വാമി, ഇപ്പോഴും വിശ്വസിക്കാനാവുന്നില്ല. വെള്ളച്ചെമ്പകച്ചോട്ടിൽ കവിതയും മൂളി ചിന്തിച്ച് നടക്കുന്നത്, ഉറക്കത്തിൽ ഞെട്ടിയുണർന്നെഴുതുന്നത്. കുമാരൻ എഴുതിയതിലെല്ലാം ആത്മാംശം ഉണ്ടായിരുന്നു. കാലം കുറഞ്ഞ ദിനമെങ്കിലും അർത്ഥദീർഘം. വീണപൂവിനെ എങ്ങനെയും വ്യാഖ്യാനിക്കാം. എല്ലാവർക്കും നഷ്ടമാ, നാടിനും നാട്ടാർക്കും സമുദായത്തിനുമെല്ലാം. അവർക്ക് ഒന്നിച്ച് ജീവിക്കാനായത് വെറും 8 വർഷങ്ങൾ. എട്ടും പൊട്ടും തിരിയാത്ത 2 മക്കളെ ഏൽപ്പിച്ച്. ഇടിമിന്നലിനെ ആർക്ക് തടയാനാവും? അതുപോലെ തന്നെയാ കാലഗതിയും. പിൻവാങ്ങുന്ന തിരകൾ പുതിയ രൂപത്തിൽ വീണ്ടും വരും. മനുഷ്യജന്മവും അതുപോലെ തന്നെ. ഭാനുമതി പറഞ്ഞത് ഓർമ്മ വരുന്നു. വീട്ടിൽ വന്നാൽ അധികം സംസാരമില്ല, ഗുരുസ്വാമിയുടെ കാര്യം പറയുമ്പോൾ മാത്രമാണ് വാചാലതയെന്ന്. കോലത്ത് കരവച്ച് കുമാരൻ പൂരിപ്പിച്ചത് ഇപ്പോഴും ഓർക്കുന്നു. കാലൻ കനിവറ്റു കുറിച്ചുവിടുന്നോലപ്പടി എന്നെ അയക്കരുതേ, ഇരുൾ കയത്തിൽ വെച്ച് മുതല കാലിൽ പിടികൂടിയാൽ പിന്നെ. കൊടുങ്കാറ്റടങ്ങി, നെടുവീർപ്പടങ്ങി, എല്ലാം ഒന്ന് ശാന്തമായെന്ന് ധരിച്ചിരിക്കുമ്പോഴാണ് ഭാനുമതി ഒരു കാവ്യചക്രവർത്തിയുടെ പത്നിയായി. അതൊരു മഹാഭാഗ്യം. കുമാരുവിന്റെ സാമ്രാജ്യവും കിരീടവും സിംഹാസനവും വരും കാലങ്ങളിൽ വിലമതിക്കും. കൂടുതൽ കൂടുതൽ. കുട്ടിക്കാലത്ത് കായിക്കരയിലെ പേരുകേട്ട നീന്തൽക്കാരനായിരുന്നു ആശാൻ. ആർക്കും തോൽപ്പിക്കാൻ കഴിയാത്ത നീന്തൽക്കാരൻ. എന്നിട്ടും കാലഗതിക്കെതിരെ നീന്താൻ ഇന്നോളം ആർക്കും കഴിഞ്ഞിട്ടില്ല. ശരീരമല്ല, ആത്മാവാണ് അക്കരെ എത്തുന്നതെന്ന് കുമാരവും പാടിയിട്ടുള്ളതല്ലേ. നടരാജ, ഭാനുമതിയും മക്കളുമായി ഇടയ്ക്കിടയ്ക്ക് ശിവഗിരിയിൽ വരണമെന്ന് അവരോട് നടരാജൻ പറയണം. കുമാരു അക്ഷരപൂജ ചെയ്ത ശാരദയുണ്ട് അവിടെ. ഇനിയുള്ളതെല്ലാം അവരെ ദേവി നോക്കിക്കോളും. ഗുരുസ്വാമിയുടെ വാക്കുകൾ അവർക്ക് ആത്മബലം നൽകും. സങ്കടപ്പുഴയ്ക്ക് ചിറകെട്ടിയ പോലെ. ഗുരുസ്വാമിയുടെ അനുഗ്രഹം
അവർക്ക് എന്നും ഉണ്ടാകണം. അതിന് അപേക്ഷയും പ്രാർത്ഥനയും വേണ്ട, എന്നും ഉണ്ടാവും. കണ്ണുകൊണ്ടെല്ലാം കാണുന്നു, പക്ഷേ അതൊന്നും നിത്യമല്ലെന്ന് തൃപ്പാദങ്ങൾ പറയുന്നതിന്റെ പൊരുളെന്താണ്? കണ്ണുകൊണ്ട് എല്ലാം കാണാനാവോ? ഇരുട്ടിൽ പറ്റുമോ? സ്വന്തം മുതുക് കാണാൻ പറ്റുമോ? ഒന്നിമയടച്ച് തുറക്കുമ്പോ കണ്ടതെല്ലാം പോകുന്നില്ലേ? സദാസമയവും കണ്ടുകൊണ്ടിരുന്നവർ മരിച്ചു പോയാൽ കാണാൻ പറ്റുമോ? ഇല്ല സ്വാമി, കാഴ്ചശക്തി പോയാൽ കണ്ണിരുട്ടിൽ തപ്പുന്നു. ശക്തിവിശേഷം തന്നെയാണ് ദൈവീക ശക്തി. കണ്ണിൽ ദൈവം ഉണ്ടെങ്കിൽ കാഴ്ചശക്തി, കാതിലൊപ്പം ഉണ്ടെങ്കിൽ കേൾവിശക്തി, മൂക്കിലുണ്ടെങ്കിൽ ഘ്രാണശക്തി, ത്വക്കിലുണ്ടെങ്കിൽ സ്പർശനശക്തി. സർവവും ശിവശക്തിമയോന്ന് ഋഷീശ്വരന്മാര് പറയുന്നത് അതുകൊണ്ടാണ്. ശരീരം നീർക്കുമിള പോലെ നിലയറ്റതാകുന്നു. എല്ലാം സ്വപ്നതുല്യമെന്നല്ലാതെ ഒന്നും പറയാനാവില്ലെന്ന് ഗദ്യപ്രാർത്ഥനയിൽ സ്വാമി പറയുന്നുണ്ടല്ലോ. മരിച്ചാലുടനെ പ്രാണൻ ശരീരം വിട്ടു പോകുമോ സ്വാമി? യോഗശാസ്ത്രപ്രകാരം മരിച്ചതിന് ശേഷം ശരീരത്തിൽ നിലനിൽക്കുന്ന ഏക പ്രാണനാണ് ധനഞ്ജയൻ. ഇത് മരണത്തിന് ശേഷം 3.25 നാഴികയ്ക്ക് ശേഷം മാത്രമേ ശരീരം വിട്ടു പോകൂ. ഈ പ്രാണൻ ശരീരം വിട്ടു പോയാലേ
ശരീരം അഴുകുകയുള്ളൂ. അപ്പോ യോഗസിദ്ധി നേടിയവരുടെ കാര്യമോ? യോഗസിദ്ധി നേടിയവർക്ക് ചില പ്രത്യേകതരം പ്രാണായാമം കൊണ്ട് ഈ പ്രാണനെ നിയന്ത്രിച്ച് എത്ര കാലം വേണമെങ്കിലും ചലിപ്പിക്കാതെ നിലനിർത്താൻ കഴിയും. ഇത് ചലിക്കാതിരിക്കുന്നിടത്തോളം കാലം ശരീരം കേടാവുകയുമില്ല. സ്വാമി, ആരൊക്കെയോ വരുന്നുണ്ട്. അപരിചിതരാ. പതുക്കെ ഇവിടെ കിടത്താം. പതുക്കെ. ഇയാളെ പാമ്പ് കടിച്ചു സ്വാമി. ആകെ അവശനാണ്. 1-2 വിഷാചാരികളെ കാണിച്ചു. നല്ല വിഷമുള്ള ഇനമാണ് കടിച്ചതെന്ന് പറഞ്ഞ് അവര് കൈയൊഴിഞ്ഞു സ്വാമി. കണ്ടിട്ട് അല്പം കടുപ്പമുള്ള ഇനം തന്നെ. സ്വാമി രക്ഷിക്കണം, അല്ലെങ്കിൽ ഇയാളെ ചത്തുപോകും. ശരിയാണ് സായി, കാലം തൊട്ട് പിന്നാലെ വരുന്ന പോലെ തോന്നുന്നു. മാറിക്കൊടുക്കാതിരുന്ന കാലൻ എന്തു ചെയ്യും? എത്രയും വേഗം ചികിത്സ തുടങ്ങണം, അല്ലെങ്കിൽ ഞങ്ങളെ ശവം ചുമക്കേണ്ടി വരും. അതെന്തായാലും വേണ്ടി വരില്ല. ഇയാളെ പാമ്പ് കടിക്കുന്നത് നിങ്ങൾ ആരെങ്കിലും കണ്ടോ? ഞങ്ങള് കണ്ടില്ല, പക്ഷെ ഇയാള് പറഞ്ഞു കാലിൽ നല്ല മുറിവുണ്ട്. മുറിവുണ്ട്, ആഴമുള്ള മുറിവ്. ഇയാളെ കടിച്ചത് മുളമൂർഖനാ. മുളമൂർഖൻ? അതെ, മുളമൂർഖൻ തന്നെ. ഇതിന് ചികിത്സയൊന്നും വേണ്ട, വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളൂ. എന്താ സ്വാമി പറയുന്നത്? ഇപ്പോൾ തന്നെ പാതി ജീവനേ ഉള്ളു. ഈ അവസ്ഥയിൽ സ്വാമി ഇവിടെ കൈവിട്ടാൽ നിങ്ങളെ കടിച്ചത് മുളമൂർഖനല്ലേ? മുളമൂർഖൻ ഉഗ്രവിഷമുള്ള പാമ്പല്ലേ സ്വാമി? ഒട്ടും വിഷമില്ല. രാത്രി ആ സമയത്ത് വേണ്ടാതെ ഇനത്തിന് സർക്കിട്ട് പോയതാ. മുളം കുറ്റിയിൽ കാല് തട്ടി മുറിച്ചതാ. ഭാര്യയെ പറ്റിച്ചതിന് പ്രകൃതി കൊടുത്തതാ. സ്വാമി എല്ലാം കണ്ടിരിക്കുന്നു, പൊറുക്കണം, ഇനി ആവർത്തിക്കില്ല. പോയി വരൂ. ശരി സ്വാമി. നടക്കടാ, ഈ അവനെ ചുമന്നോണ്ടാണല്ലോ വന്നത്. വൈക്കം ക്ഷേത്രത്തിലെ സത്യാഗ്രഹം ഒരു ഇമ്പോർട്ടന്റ് ഇവന്റ് അല്ലേ? വൈക്കം സത്യാഗ്രഹത്തിന്റെ ചരിത്രത്തിൽ നിന്നാണ് തുടങ്ങേണ്ടത്. പണ്ടവിടം ദളവാക്കുളം. അത് നികത്തിയ സ്ഥലത്താണ് ഇപ്പോൾ ബസ് സ്റ്റാൻഡ്.
വല്ലാത്തൊരു ഹിസ്റ്ററി. വൈക്കം ക്ഷേത്രത്തിൽ പ്രവേശനത്തിനായുള്ള സമരാവേശം ഒരു നൂറ്റാണ്ടു മുമ്പേ തുടങ്ങിയിരുന്നു. ശരിക്കും സുനാമി പോലെ തുടർചലനങ്ങൾ. ഓ, സുനാമി എന്ന വാക്ക് കേട്ട തന്നെ എനിക്ക് പേടിയാവും. ഹാ. അനേകം ഈഴവർ ക്ഷേത്രത്തിൽ കയറാൻ ശ്രമിച്ചു. ഉശിരുള്ള കുറെ യുവാക്കൾ ദർശനം നടത്തുകയും ചെയ്തു. അങ്ങനെ ഉണ്ടായോ? കരിപ്പണിക്കർ, കുന്നേൽ ചേനി, ഒട്ടായി, മാലുത്തണ്ടാർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ദർശനം. അവരെ ഭരണാധികാരിയുടെ ശിങ്കടികൾ വെട്ടിവീഴ്ത്തി ക്ഷേത്രത്തിന്റെ വടക്കേ മൂലയിലുണ്ടായിരുന്ന കുളത്തിൽ മണ്ണിട്ട് മൂടി. അതാണ് ദളവാക്കുളം. എന്തോ ഒരു ക്രൂവൽറ്റി. അതും ദൈവത്തെ തൊഴാൻ. ദൈവം പോലും ശപിച്ചു കാണും. അത്ര ഇരുട്ടായിരുന്നു. അനാചാരങ്ങളായിരുന്നു. ശ്രീനാരായണ ഗുരു, മഹാത്മാഗാന്ധി, TK മാധവൻ, മന്നത്ത് പത്മനാഭൻ, അങ്ങനെ എത്ര ദീപങ്ങളാണ് വെളിച്ചം പകർന്നത്. സത്യാഗ്രഹത്തിന് മുസ്ലിങ്ങളുടെ പിന്തുണയും ഉണ്ടായിരുന്നു. അവർക്ക് ഇല്ലായിരുന്നെങ്കിൽ ഇപ്പോഴും ഇരുന്തഫ്രിക്ക പോലെ. വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം, പിന്നെ ക്ഷേത്രപ്രവേശന വിളംബരം, ഇതിനെല്ലാം വിത്തുപാകിയത് ഗുരു തന്നെയായിരുന്നു. 1888 അരുവിപ്പുറം പ്രതിഷ്ഠയിലൂടെ. സമ്മതിക്കണം, ഗുരുവിനെയും ഗാന്ധിജിയെയും. കാര്യങ്ങൾ കുറച്ചുകൂടി സ്പിരാക്കുകയാണ്. വരുന്നത് കണ്ടോ? അത് ശ്രീനാരായണ ഗുരുവാണല്ലോ. ശരിയാണ്, അദ്ദേഹം തന്നെ. പല പല ക്ഷേത്രങ്ങളിലും പ്രതിഷ്ഠ നടത്തിയ മഹാത്മാവാ. അവർണർക്ക് ഇതുവഴി പ്രവേശനമില്ല. മറ്റുള്ളവരെ അറിഞ്ഞാൽ കുഴപ്പമാവും. ഇതൊക്കെ കാറ്റി പറന്നു പോകും. ഗാന്ധിജി, TK മാധവൻ, CV കുഞ്ഞിരാമൻ, EV രാമസ്വാമി നായ്ക്കർ, KP കേശവമേനോൻ എന്നിവരൊക്കെ പ്രക്ഷോഭകരുടെ പക്ഷത്താ. ഇവിടെ പോകുന്നു. ആരെയാണ് നിങ്ങൾ തടയുന്നതെന്ന് അറിയാമോ? ശ്രീനാരായണ ഗുരുസ്വാമിയെയാണ്. അതിനെന്താ? അയിത്ത ജാതിക്കാർക്ക് ഇതുവഴി പ്രവേശനമില്ലെന്ന് അറിയില്ലേ? അരിവിപ്പുറത്ത് ശിവൻ എന്ന് പറഞ്ഞ് കല്ലെടുത്ത് വെച്ച് പ്രതിഷ്ഠിച്ചെന്ന് കേട്ടു. അതൊന്നും വൈക്കത്ത് നടപ്പില്ല. നാം ഭക്തിയുടെയും പ്രാർത്ഥനയുടെയും വഴിയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. അവിടെയും വിലക്കുണ്ടോ? അങ്ങനെയുള്ള പലകയൊന്നും കണ്ടില്ല. കീഴ്വഴക്കങ്ങൾ മാറ്റാൻ ആർക്കും അവകാശമില്ല, അധികാരവും ഇല്ല. അവർണർക്ക് വിലക്ക് കൽപ്പിച്ചതും പലക നാട്ടിയതും വൈക്കത്തപ്പനാണോ? അങ്ങനെയെങ്കിൽ നാം മാനിക്കാം. വൈക്കത്തപ്പനൊന്നുമല്ല, മഹാദേവനെ പൂജിക്കാൻ അധികാരമുള്ളവർ തന്നെ. ആദിശങ്കരനെ പരീക്ഷിക്കാൻ മഹാദേവൻ ചണ്ടാലനായി വന്ന കഥ കേട്ടിട്ടുണ്ടോ? കഥയിലെങ്ങനെ പലതും കാണും, കേട്ടൊന്നും വരും. അതൊക്കെ നടപ്പുള്ള കാര്യമാണോ? തർക്കിച്ച് സമയം കളയണ്ട. റിക്ഷയിൽ നിന്ന് ഇറങ്ങി നടന്നു പോകുന്നതാ നല്ലത് എല്ലാവർക്കും.